ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജി നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഈ സീരീസ് അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമിയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഡിഫൻസ് ഫോഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കൈജു അങ്ങോട്ട് വരുന്നു. എന്നാൽ അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന വൈസ് ക്യാപ്റ്റന് ഇതെന്താ ഒരു തമാശക്കാണോ ഇത് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നേ എന്ന് തോന്നുവാണ്. അങ്ങനെ വൈസ് ക്യാപ്റ്റൻ തന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ കോർ പുറത്തു കാണുന്നു. അങ്ങനെ ഫൈറ്റിന്റെ അവസാനം അതിനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്ന സമയത്താണ് അതിന്റെ കോറിന്റെ സ്ഥലം അത് ചേഞ്ച് ചെയ്ത് അതിന്റെ രൂപം ഒരുപാടധികം വലുതാക്കുന്നത്. സോ അതിന്റെ വലിപ്പം കൂടിയത് മാത്രമല്ല അതിന്റെ ശക്തിയും 8 നിന്ന് 9 ആയിരിക്കുന്നു. സോ ചെറിയ കൈജൂസിനെല്ലാം വൈസ് ക്യാപ്റ്റന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇത്രയും വലിയ ഇതിനെ വൈസ് ക്യാപ്റ്റനെ കൊണ്ട് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. പിന്നീട് നമ്മൾ കാണുന്നത് കാഫ്ക വൈസ് ക്യാപ്റ്റന്റെ അടുത്തോട്ട് ഓടുന്നതാണ്. എന്നാൽ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാ എനിക്ക് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതിന്റെ കോർ ഇല്ലാതാക്കാൻ എനിക്ക് എന്റെ വേഗത ഉപയോഗിച്ചേ പറ്റൂ. പെട്ടെന്നതാ വൈസ് ക്യാപ്റ്റന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നു. സോ കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട് വൈസ് ക്യാപ്റ്റൻ അവരുടെ മാക്സിമം പവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ സ്യൂട്ട് ഇപ്പോൾ ഹീറ്റ് ആവുകയാണ്. ഇതേ സമയം വൈസ് ക്യാപ്റ്റന് നേരെ ഒരുപാട് യോജോസിനെ പറഞ്ഞു വിടുവാണ് കൈജു. ഇനി എനിക്ക് 1 മിനിറ്റ് കൂടി പിടിച്ചു നിൽക്കാൻ പറ്റൂ. മറ്റു ഹോഞ്ചോസിനെ ഇത് കൺട്രോൾ ചെയ്ത് ഒരു മിസൈൽ പോലെ ഉപയോഗിക്കുന്നു. എന്തായാലും ഇതിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റൻ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കൂടെ കയറി അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്പർ 6 എന്ന് പറഞ്ഞ് അതിന്റെ പുറകിലൂടെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് അതിന്റെ കണ്ണുകളെല്ലാം അതിന്റെ പുറകിലോട്ട് വരുന്നത്. സോ വൈസ് ക്യാപ്റ്റനെ അത് ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. 2-3 ബിൽഡിംഗ് എല്ലാം ഇടിച്ചു പൊളിച്ച് വൈസ് ക്യാപ്റ്റൻ തെറിച്ച് താഴെ വീഴുന്നു. സോ വൈസ് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. 200 വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ നിന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേനെ. എന്നാൽ വാൾ ഉപയോഗിക്കുന്നവരെ ബഹുമാനിക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ ഹോഷിന? ഡിഫൻസ് ഫോഴ്സ് എന്ന ആ സ്വപ്നം നീ വിട്ടേക്ക് എന്ന് അവന്റെ അച്ഛൻ അവനോട് പറയുന്നു. ഇതെല്ലാം ആലോചിച്ച് ബോധമില്ലാണ്ട് കിടക്കുവാണ് വൈസ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണോമി. എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റൻ എഴുന്നേക്കുന്നു. അവസാന നിമിഷം എന്റെ ഷീൽഡ് ഞാൻ മാക്സിമം ആക്കിയത് കൊണ്ട് കാര്യമായിട്ട് ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കൊണോമിയോട് കുഴപ്പമില്ല, എന്നെ കൊണ്ട് ഇനിയും എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സോ വീണ്ടും വൈസ് ക്യാപ്റ്റൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ബ്ലേഡും ഉപയോഗിച്ച് മാത്രം അറ്റാക്ക് ചെയ്യുന്ന വൈസ് ക്യാപ്റ്റന്റെ ഓരോ അറ്റാക്കും അത് വളരെ പെട്ടെന്ന് എന്നെ ഹീൽ ചെയ്യുന്നു. വീണ്ടും ആ ഹോഞ്ചൂസ് വൈസ് ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. വീണ്ടും ആ ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. വൈസ് ക്യാപ്റ്റന്റെ അച്ഛൻ ഡിഫൻസ് ഫോഴ്സ് നിനക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞതിന് കാരണം സോഡല്ലാത്ത മറ്റു വെപ്പൺസ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് അവന്റെ കോമ്പാറ്റ് പവർ കുറയുന്നുണ്ട്. സോ അത് കാരണം തന്നെ അവൻ പോയ എല്ലാ സ്ഥലത്തു നിന്നും അവനെ റിജക്ട് ചെയ്യുന്നു. എന്നാൽ ഒരാൾ മാത്രം, ഓ നീ ബ്ലേഡുകൾ നന്നായിട്ട് ഉപയോഗിക്കുമല്ലേ? എനിക്ക് നിന്നെ പോലെയുള്ള ഒരാളെയാണ് ആവശ്യം. എനിക്ക് ബ്ലേഡുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. സോ എന്റെ കൂടെ ചേർന്ന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ക്യാപ്റ്റൻ മീൻ അവനോട് ചോദിക്കുന്നു. സോ എല്ലാവരും റിജക്ട് ചെയ്ത സമയത്ത് ക്യാപ്റ്റൻ മീനെ മാത്രമാണ് അവനെ സ്വീകരിച്ചത്. അവന്റെ കഴിവ് മനസ്സിലാക്കി അവനെ കൂടെ നിർത്തി. അങ്ങനെയുള്ള ഒരു ക്യാപ്റ്റൻ ഈ ബേസ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനിത് സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വൈസ് ക്യാപ്റ്റൻ. പെട്ടെന്നതാ ആ കൈജ് വൈസ് ക്യാപ്റ്റനെ അങ്ങ് പിടിക്കുന്നു. ഇത് കണ്ട് കാഫ്ക അങ്ങോട്ട് ഓടി വരുന്നു. എന്നെ കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് കേട്ട റീനോ വേണ്ട അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും കാഫ്ക അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നോട് ക്ഷമിക്കറേനോ, എന്റെ ജീവനേക്കാൾ അവരുടെ ജീവൻ അവിടെ പ്രധാനം എന്ന് പറഞ്ഞ് കാഫ്ക ട്രാൻസ്ഫോം ആവാൻ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ എല്ലാവരും നല്ല കാര്യം ചെയ്തേ എന്നൊരു ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നു. കൈജു ഞാൻ ജയിച്ചു എന്ന് ചിരിച്ചോണ്ട് പറയാണ് വൈസ് ക്യാപ്റ്റൻ. പെട്ടെന്ന് ആ കൈജുവെ ആരോ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ മീന ഹാഷിറോ ആയിരുന്നു. കൊണോമി, ഞാൻ യാതൊരുവിധ റൂൾസും ഫോളോ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോ ഇതിനെ ഇല്ലാതാക്കേണ്ട സമയ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ മിസൈൽ ഗൺ യൂസ് ചെയ്ത് അതിനെ ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്നാണ് പറന്നു വന്ന ഒരു ഓഞ്ചു ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതേ സമയം കൊണോമി അതിന്റെ കോർ കണ്ടുപിടിച്ച് അത് അതിന്റെ പുറകിലാണെന്ന് അറിയിക്കുന്നു. ക്യാപ്റ്റൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് അത് അനങ്ങാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുവാണ് വൈസ് ക്യാപ്റ്റൻ. ഇതേ സമയം വൈസ് ക്യാപ്റ്റന്റെ സ്യൂട്ട് വീണ്ടും വീണ്ടും ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അത് പെട്ടെന്ന് എന്നെ ഹീൽ ചെയ്യുന്നുണ്ട്. എന്റെ കോമ്പാറ്റ് പവർ പോരാ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് ഷിനോമി അങ്ങോട്ട് ചാടി വരുന്നത്. വാട്ടർ സ്കിമ്മർ എന്ന് പറഞ്ഞ അതിനെ ഒറ്റ വേട്ട അങ്ങ് വെട്ടുന്നു. എന്നാൽ അതിന് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ഗ്യാപ്പ് കൊടുക്കാതെ അറ്റാക്ക് ചെയ്യ് കിഗ്രു. ഞാൻ ആദ്യം അതിനെ അറ്റാക്ക് ചെയ്യാം, അതേ സ്ഥലത്ത് തന്നെ നീ പെട്ടെന്ന് എന്നെ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വൈസ് ക്യാപ്റ്റനും കീഗറും ഒരുമിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ അതിന്റെ ഒരു കാല് തന്നെ തളർന്നു പോകുന്നു. എന്ന ഈ ഒരു ഒറ്റ മൂവ് കൊണ്ട് തന്നെ കീഗർ ഒരുപാടധികം തളർന്നു പോകുന്നു. അവളുടെ സ്യൂട്ട് ഒരുപാടധികം ഹീറ്റ് ആവുന്നു. ഇതേ സമയം ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും അതിന്റെ കോർ നോക്കി അറ്റാക്ക് ചെയ്യുവാണ് ക്യാപ്റ്റൻ. സോ അതിന്റെ കോർ പുറത്ത് കാണുന്നു. ഇനി ഒരേ ഒരു ബുള്ളറ്റ് കൂടി ബാക്കിയുള്ളൂ.
സോ അത് മിസ്സാവരുതെന്ന് വിചാരിച്ച് എല്ലാ ടീമും ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് വരുന്നു. ക്യാപ്റ്റനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി എല്ലാവരും ശ്രമിക്കുന്നു. ഇന്ന് ഇതേ സമയം ക്യാപ്റ്റൻ അവന്റെ 96% യൂസ് ചെയ്ത് അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. സോ ആ ഒരു ഒറ്റ ബുള്ളറ്റ് കൊണ്ട് ആ കൈജു പൊട്ടിത്തെറിച്ച് അങ്ങ് ഇല്ലാതാവുന്നു. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ കൈജുവിനെ ഇല്ലാതാക്കിയത് കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. ഇതേസമയം തന്റെ എനർജി എല്ലാം യൂസ് ചെയ്ത് തളർന്ന ഒരു മൂലക്കിരിക്കുകയാണ് കീഗറു. വൈസ് ക്യാപ്റ്റനും അവളുടെ അടുത്തോട്ട് വരുന്നു. അവർ 3 പേരും സംസാരിക്കുന്നത് കണ്ട് കാഫ്കയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. കാരണം ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷനിലെ 3 പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഈ ഡിഫൻസ് ഫോഴ്സിൽ ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതും അവരുടെ കൂട്ടത്തിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഓ, അതിനെന്തിനാ നിങ്ങൾ കരയുന്നേ? നമ്മൾ ഇനിയും ഒരുപാടധികം മുന്നോട്ട് പോവാനുണ്ട് എന്ന് റീന അവരോട് പറയുന്നു. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ശരി, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് വൈസ് ക്യാപ്റ്റൻ പറയുന്നത് കേട്ട് നിങ്ങൾ ആദ്യം പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുവാണ് ക്യാപ്റ്റൻ. ഇതേസമയം നിങ്ങളും റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ വിചിത്രമായിട്ട് അവിടെ നടക്കുന്നതായിട്ട് ആ ടൈഗറിന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇവരെല്ലാവരും മുകളിലോട്ട് നോക്കുന്നത്. ആകാശത്ത് എന്തോ ബോൾ പോലൊരു സാധനം. സോ അവിടെ ഉണ്ടായിരുന്ന പറക്കുന്ന കൈജൂസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്ത ഒരു ബോംബായിരുന്നു അത്. അതിന്റെ എനർജി ലെവൽ ഒരുപാടധികം കൂടിക്കൊണ്ടിരിക്കുക. അതൊരു കൈജു ബോംബാ. അതെങ്ങാനും അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ 20 കിലോ ടൺസ് TMT പൊട്ടിയതിന് സമമായിരിക്കും. ഇതേ സമയം ഡിഫൻസ് ഫോഴ്സ് അതിനെ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യരുത്. പെട്ടെന്നാണ് അതിൽ നിന്നൊരു ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നത്. പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് ക്യാപ്റ്റൻ എല്ലാവരോടും വിളിച്ചു പറയുന്നു. ഓടിയിട്ട് കാര്യമില്ല, അതൊന്ന് താഴെ വീണ് കഴിഞ്ഞാ എന്ന് വൈസ് ക്യാപ്റ്റൻ പറയുന്ന സമയത്താണ് ഹ്യൂമൻസ്, ഇത് പ്രതികാരം ചെയ്യാനുള്ള സമയമാ എന്നിവർ അടിച്ച് താഴേട്ട ആ കൈജുവിന്റെ തല മാത്രം പറയുന്നു. പെട്ടെന്നാണ് അതിന് നേരെ ആരോ ഓടുന്നത്. വേണ്ട സീനിയർ, കാഫ്ക തിരിച്ചു വാ, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വൈസ് ക്യാപ്റ്റനും വിളിച്ച് പറയുന്നു. അപ്പോഴാണ് വൈസ് ക്യാപ്റ്റൻ ആ കാര്യം ചിന്തിക്കുന്നത്. ഇവനെങ്ങനെ ഇത്ര സ്പീഡിൽ ഓടുന്നേ? 1% പവർ വെച്ച് ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. സോ ഓടിപ്പോയി കാഫ്ക പെട്ടെന്ന് ഒരു കൈജു ആയി അങ്ങ് മാറുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വേറൊരു കൈജുവിന്റെ സിഗ്നൽ കിട്ടുന്നുണ്ട്. അതിന്റെ അറ്റാക്കിംഗ് പെർസെന്റേജ് 9.8. ആ സിഗ്നൽ അത് കൈജു നമ്പർ 8. ഇത് കേട്ട് വൈസ് ക്യാപ്റ്റൻ എന്തോ ശരിയല്ലെന്ന് എനിക്ക് അപ്പഴേ തോന്നിയതാ. പക്ഷെ അവന്റെ അടുത്ത് നിന്നും എനിക്ക് എന്തോ ഒന്ന് ഇഷ്ടപ്പെട്ടു. അത് സത്യം എന്താണെന്ന് എന്റെ കൺമുമ്പിൽ നിന്നും മറച്ചു വെച്ചു. ആ ഒരു പെർസെന്റേജ് വിശ്വാസം എനിക്ക് നിന്നിലുണ്ട്. എന്നോട് ക്ഷമിക്കുക വൈസ് ക്യാപ്റ്റൻ. ശരി, പേടിക്കണ്ട, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ ആരോടും പറയില്ല. നീ എന്നോട് ക്ഷമിക്ക് കീഗറു. ഇതുവരെ നീ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചില്ല. മറ്റുള്ളവരും എന്നോട് ക്ഷമിക്ക്. സീനിയർ, ദയവ് ചെയ്ത് നിങ്ങൾ യാതൊരുവിധ റിസ്ക് എടുക്കരുത് എന്ന് റീനോ പറഞ്ഞതും അവൻ ആലോചിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ റീനോ, എനിക്ക് റിസ്ക് എടുത്തേ പറ്റൂ. ഞങ്ങളുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നീ ഇനി ഒരുപാടധികം മുന്നോട്ട് വരേണ്ടതുണ്ട്. മീന, നീ എന്നോട് ക്ഷമിക്ക്. സീനിയർ, നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്നറിയോ? ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് റീനോ വിളിച്ചു പറയുന്നു. ഈ ഒരു ഫൈറ്റിൽ എല്ലാവരും അവരുടെ ജീവൻ പോലും നോക്കാതെ ഫൈറ്റ് ചെയ്തു. സോ ഞാനും എന്റെ ജീവൻ നോക്കാതെ പോരാടിയിരിക്കും എന്ന് പറഞ്ഞ കാഫ്ക അവന്റെ കാലുകൾ ഒരു ജെറ്റ് പോലെയാക്കി അവിടെ നിന്നും പറക്കുന്നു. ഞാനും ഡിഫൻസ് ഫോഴ്സിലെ ഒരുത്തനാണ്, 3rd ഡിവിഷനിലെ ഒരു ഓഫീസറാ എന്ന് പറഞ്ഞ ആ ബോംബ് അവനെ കൊണ്ട് പറ്റുന്ന ദൂരത്തിലും അവൻ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. പെട്ടെന്നാണ് മുകളിലോട്ട് പോയ അതേ വേഗത്തിൽ അവൻ താഴോട്ട് വീഴുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരും താഴെ കടന്ന് നിങ്ങളുടെ ഷീൽഡ് മാക്സ് ആക്ക്. അങ്ങനെ എല്ലാവരെയും ഞാൻ രക്ഷിച്ചു. എന്നെ കൊണ്ടിപ്പോ ശരിക്കും നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ ചെയ്യേണ്ട പ്രായം എപ്പോഴേ കഴിഞ്ഞുപോയി. കാഫ്ക ഹിബിനോ, അല്ല കൈജു നമ്പർ 8, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുവാണ് മീന. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചു. അടുത്ത നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.